കമൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിരുന്ന സമയത്തും ഇഷ്ടംപോലെ സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം അതെ അതെ, ഏതൊക്കെയാണ്? പ്രാദേശിക വാർത്തകളിലുണ്ടായിരുന്നു തോന്നുന്നു. അതല്ലേ ആദ്യത്തെ സിനിമ ആദ്യ അസിസ്റ്റന്റ് ആയിട്ട് ഇരുന്ന പടം ആയുഷ്കാലത്തിലുണ്ട്, മറ്റേ തൂവൽ സ്പർശത്തിലുണ്ടായിരുന്നു, ഉള്ളടക്കത്തിലുണ്ടായിരുന്നു. ഉള്ളടക്കത്തില് ഒരു നേഴ്സ്, ഒരു ഈ എനിക്ക് വന്ന് നേഴ്സ് അല്ല ബ്രാൻഡ് അടിക്കുമ്പം റൂമിൽ ഇരുട്ടത്തിരിക്കുന്ന ഒരു മനോരോഗിയായിട്ടാണ്. അതെ, മനോരോഗിയായിട്ടുള്ള അമ്മ. അതില് കുറെ സിനിമകളുണ്ട്. വിഷ്ണു ലോകത്തിലുണ്ട്. ഈവൻ ഇങ്ങറ്റ അതിനൊക്കെ ഇപ്പൊ നമ്മൾ 2020 എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളിൽ അഭിനയിക്കുകയാണ്. ആദ്യം ഒരു വളരെ പാവം സ്ത്രീയായിട്ട് വന്ന് അഭിനയിച്ച ഒരു അപേക്ഷിച്ച് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പറ്റിച്ച് കുറച്ച് കഴിയുമ്പം ഒരു നാടക നടിയായിട്ട് മാറുന്ന ഒരു കഥാപാത്രമാണ്. അതെല്ലാം എത്രയോ ഗംഭീരമായിട്ടാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല. ഞാനിപ്പോ എത്ര പൈസ തരാന്ന് പറഞ്ഞാലും ചിലപ്പോ നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല. ചിരിയോ ചിരി എന്ന് പറഞ്ഞൊരു സിനിമ മേനോൻ സാറിന്റെ, അതില് ബാലേന്ദ്ര മേനോനെയും മണിയമ്പിള്ള രാജുവിനെയും പറ്റിക്കുന്ന നടി സുകുമാരിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സ്വന്തം പേരില് അവരുടെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഒരു ദുഷ്ട കഥാപാത്രം അല്ലെങ്കിൽ ആർക്കെങ്കിലും 10 ഉപകാരം ചെയ്യുന്ന ആളൊന്നും അല്ല. അത് സുകുമാരി ചേച്ചി ചെയ്ത്. എന്നിട്ട് ഞാൻ പിന്നീട് സുകുമാരി ചേച്ചിനെ പരിചയപ്പെട്ട് കണ്ട സമയത്ത് ചേച്ചി എന്ത് മണ്ടത്തരാണ് ചെയ്തത്, അതെന്താ അങ്ങനെ ചെയ്തത്? അതിനെന്താ എല്ലാവർക്കും അറിയാലോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അത് സിനിമയല്ലേ. ഞാൻ സിനിമയില് സുകുമാരി ചേച്ചിയായിട്ടല്ലേ അഭിനയിക്കുന്നത്. അതൊന്നും ആ സുകുമാരി അല്ല ഈ സുകുമാരി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ കുറച്ചൊരു ആ നിഷ്കളങ്കത കൊണ്ട് ചെയ്യുന്നതാണ് അതൊക്കെ. പിന്നീട് സിനിമ കണ്ടപ്പോ പുള്ളിക്കാർക്ക് തോന്നിയുണ്ടാവും ഒത്തിരി അബദ്ധമായിന്ന്. പക്ഷെ അതാണ് ഈ അത്ഭുതം തോന്നുന്നൊരു കാര്യം. ഇപ്പം നേരത്തെ ശങ്കർ സാറ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പം അതെന്താ ഞാനില്ലേ എന്ന് അങ്ങനെ ചോദിക്കാനും പെട്ടിയെടുത്ത് വരാനും ഒക്കെ ഉള്ളൊരു മനസ്സെന്ന് പറയുന്നത് ഇത്രയും പടം ചെയ്തിട്ടും ഞാനൊരു വലിയ ആളാണെന്നുള്ള ബോധ്യമില്ലാതാവുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കാൻ തോന്നുന്നതേ. അല്ലെ വേണേ വിളിക്കട്ടെ. അല്ല ഈഗോ എന്ന് പറയുന്ന സംഗതി അവര് സിനിമ അഭിനയവും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലും ഈഗോ പ്രോബ്ലം അവർക്ക് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ. ഞാൻ എത്രയോ വർഷങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഈഗോ ഇഷ്യൂ അവരെ അലട്ടുന്നത് എനിക്ക് ഒരിക്കലും തോന്നില്ല. അവര് സിനിമ തന്നെയാണ്. സിനിമയിൽ ജനിച്ച് സിനിമയിൽ ജീവിച്ച് സിനിമ ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന ഒരാളാണ്. നല്ല ചെറുപ്പത്തിലെ സിനിമയിൽ എത്തിയിട്ടുണ്ട്. 13 വയസ്സ് 14 നമ്മള് അവര് ചെറുപ്പകാലത്തൊക്കെ സിനിമ കണ്ടിട്ടില്ല. ഞങ്ങൾക്കൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഈ പഴയ കഥകള് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. നമ്മള് പുതിയ ആൾക്കാരല്ലേ സിനിമയിൽ. അപ്പോൾ പഴയ ആ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങള്, രാജ് കപൂറിന്റെ മറ്റേ പത്മിനി ചേച്ചി അഭിനയിക്കാൻ പോയ സമയത്ത് സുകുമാരി ചേച്ചി കൂടെ പോയിരുന്നു. അപ്പൊ ആ കഥകളൊക്കെ പറയാം. അവിടെ അവരെങ്ങനെയാണ് അതിന്റെ കുറെ ഈ പല സിനിമകളിലും ഈ ലളിതരാഗിണി പത്മിനിമാരൊക്കെ ഭയങ്കര ബിസി ആയിരുന്ന കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതുണ്ട്. നമുക്ക് ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി ചിരിച്ച് അതിന് മറുപടി പറയില്ല ഒരിക്കലും. ഇവരുടെ പല സിനിമകളിലും ഡാൻസ് സീക്വൻസുകളുണ്ടല്ലോ. ആ ഡാൻസ് ഇവരെ കണ്ട ഭയങ്കര സിമിലറാണ്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല. അപ്പം അല്ല ലളിത ആണോ രാഗിണിയാണോ പത്മിനിയാണോ എന്നറിയില്ല. വലിയ സ്റ്റാർ ആയിരിക്കുന്ന കാലത്ത് ക്ലോസ് ഷോട്ടിൽ മാത്രമാണ് അവർ ഡാൻസ് ചെയ്യുക. അത് വൈഡ് ഷോട്ടിൽ മുഴുവൻ സുകുമാരി ചേച്ചിയാണ്. കേട്ടില്ലേ? സുകുമാരി ചേച്ചിയാണ് വൈഡ് ഷോട്ടുകളിൽ അഭിനയിക്കുന്നത്. കാരണം അതേപോലെ ഡാൻസ് ചെയ്യും. ഇതാണ്. അപ്പൊ അവര് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിനോ പോയി കഴിഞ്ഞാൽ വൈറ്റ് ഷോട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് വൈറ്റ് ഷോട്ടിൽ സുകുമാരി ചേച്ചിയാണ് ഡാൻസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ടേ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്തില്ല. ഇപ്പം അമിതാഭ് ബച്ചന്റെ കൂടെയൊക്കെ ഉള്ള ഇതിനോട് ഫോട്ടോസ് ഉണ്ട്. എന്നത്തെയോ അമിതാഭ് ബച്ചൻ അത് അവിടെ തൊട്ടുള്ള അഭിനയങ്ങളിൽ സുകുമാരി ചേച്ചി ഉണ്ട്. ഇപ്പം രാജു സാറ് പറഞ്ഞല്ലോ, ഒരു ക്രിസ്ത്യൻ അമ്മയുടെ വേഷമായിരുന്നു ആദ്യത്തെ സിനിമയിൽ എന്ന് പറയുന്നത്. അവിടെ നിന്നും നല്ല ഒരു തമിഴ് അമ്മയരായാലും ശരി, ഒരു തട്ടൊക്കെ എടുത്ത് തലയിലേക്ക് ഇട്ടിട്ട് നേരെ ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് വന്നാലും ശരി. ഇതിനൊക്കെ പുറമെ ഈ ബോയിങ് ഒക്കെ പോലെയുള്ള പടത്തിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഈ ഷർട്ടും ഡിക്കമ്മായി എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് വന്നാലും എല്ലാം ഞാൻ കേട്ട ലാലേട്ടന്റെ ഷർട്ടും കണ്ട് മേടിച്ചിട്ടിട്ടാണ് ആ പടം ചെയ്തിട്ടില്ല എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഭയങ്കര എനർജിയാണ് സുകുമാരി ചേച്ചി. ഞാൻ പറഞ്ഞ മാതിരി ആ പൂച്ചക്കൊരു മൂക്കുത്തിയില് ആ സോങ്ങിലൊക്കെ എന്താ നമുക്കൊന്നും കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര എനർജിയാണ്.